നല്ല പഴുത്ത പപ്പായ തിന്നാൻ എന്ത് രസമല്ലേ. നല്ല നാടൻ പപ്പായക്കും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇപ്പൊ റെഡ് ലേഡി എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന ഇനം വളരെ നല്ല മധുരമാണ്. ഞാൻ പലപ്പോഴും ഈ വെയിറ്റ് റിഡക്ഷൻ ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിനോട് ഡിന്നർ ആയിട്ട് ഒരു പപ്പായ കഴിയുമെങ്കിൽ മുഴുവൻ അങ്ങോട്ട് കഴിച്ചോളാൻ പറയും. ഡിന്നർ അത് മാത്രമേ ഉള്ളൂ, പിന്നെ വയറ് നിറച്ച് വെള്ളം കുടിക്കാൻ പറയും. ഇത് ഞാൻ ക്ലിനിക്കിൽ പറയാറുള്ള ഒരു സംഗതിയാണ്. ഇതിന് ഒട്ടനവധി ഗുണങ്ങളാണ്. ആയുർവേദപരമായിട്ടും ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിന്റെ രസഗുണ വീര്യ വിഭാഗങ്ങളൊക്കെ പറഞ്ഞുതരാം. അതുപോലെ ആധുനിക പഠനങ്ങളും ധാരാളം ഗുണങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് പപ്പായ. അപ്പൊ അതൊരു വലിയ വിലയൊന്നുമില്ല, ഔഷധ ഗുണങ്ങളും അത്ഭുത ഗുണങ്ങളും നിറഞ്ഞ ഒരു ഫലവർഗമാണ് പപ്പായ. ഇത് ഈ ഉഷ്ണമേഖല പ്രദേശത്താണ് ധാരാളമായിട്ട് വളരുന്നത്. ഇനി ഇതിന്റെ ഗുണങ്ങൾ ഒന്നൊന്നായിട്ട് പറയാട്ടോ. ആധുനിക മതപ്രകാരം പറയുകയാണെങ്കിൽ ഇതിൽ ധാരാളം വൈറ്റമിൻസും ന്യൂട്രിയൻസും ആന്റി ഓക്സിഡൻസും മറ്റു പോഷകങ്ങളും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ പപ്പൈൻ എന്ന് വിളിക്കുന്ന ഒരു എൻസൈം അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനത്തെ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ടും സഹായകരമാവുന്നുണ്ട്. ആയുർവേദ ഗുണങ്ങൾ പറയാട്ടോ വഴിയെ ശ്രദ്ധിച്ച് കേൾക്കുക. പപ്പായയിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ആന്റി ഓക്സിഡൻസും കാരണം നമുക്ക് ഇൻഫ്ലമേഷൻ, ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടിനെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാവുന്നുണ്ട്. പപ്പായയിൽ ഈ വൈറ്റമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് സ്കിന്നിന് വരുന്ന ചുളിവുകളൊക്കെ നിയന്ത്രിച്ചു നിർത്തുന്നതിന്, അതുകൊണ്ട് ആന്റി ഏജിംഗ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ മുറിപ്പാടുകളൊക്കെ ഉണങ്ങിപ്പോകുന്നതിനും കരിഞ്ഞു പോകുന്നതിനും ആ പാടുകൾ മാഞ്ഞു പോകുന്നതിനും സഹായകരമാകുന്നുണ്ട് ഈ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട്. ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം കിട്ടണമെങ്കിൽ നന്നായിട്ട് പഴുത്ത പഴം വേണം കേട്ടോ. നല്ല പഴുത്ത് മധുരമായിട്ടുള്ള പപ്പായ എടുത്താലാണ് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ടാവുക. ഇത് നിങ്ങൾക്ക് സ്നാക്കായിട്ട് ഇടയ്ക്ക് കഴിക്കാം. പിന്നെ അതുപോലെ സ്മൂതി ഒക്കെ ഉണ്ടാക്കി കഴിക്കാറില്ലേ, ഡിന്നറിനൊക്കെ ഇത് മാത്രമേ കഴിച്ചോ. വെയിറ്റ് കുറയുന്നതിനും സഹായിക്കും. നമുക്ക് ശരീരത്തിന് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം ലഭിക്കുകയും ചെയ്യും. ഇനിയിപ്പോ ഉച്ചഭക്ഷണം ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ അളവ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഒരു 11 മണിക്കൊക്കെ ഒരു സ്നാക്ക് പോലെ ഒരു 2-3 പീസ് പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഉച്ചഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കാം, വിശപ്പ് കുറയുന്നതിനും സാധിക്കും. നിങ്ങൾക്ക് ഇനി ഇതിന്റെ മോഡേൺ റെഫറൻസ് ആവശ്യമാണെങ്കിൽ കരിക്കേസെ ഫാമിലിയിലാണ് ഇത് വരുന്നത്, പപ്പായ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ കരിക്ക പപ്പായ ലിൻ, ഇതാണ് ബൊട്ടാനിക്കൽ നെയിം. സംസ്കൃതം പേര് ഏരണ്ട കർക്കടകീന. ആയുർവേദ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ കടു തിക്ത രസാണ്, ലഘു തീക്ഷ്ണ രൂക്ഷ ഗുണങ്ങളോട് കൂടിയതാണ്, ഉഷ്ണവീര്യമാണ്, കടു വിഭാഗമാണ്. ഇതാണ് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ്. ഇതിന് ഉഷ്ണവീര്യവും കടു വിഭാഗവും ഉള്ളതുകൊണ്ട് ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഉദരകൃമിയെ നശിപ്പിക്കുന്നതിനും, ഇൻഡസ്റ്റൈനൽ വേം ഇൻഫെസ്റ്റേഷൻ എന്ന് വിളിക്കുന്ന കണ്ടീഷനില്ലേ, വയറ്റിൽ വരെ ഉണ്ടാകുന്ന അവസ്ഥയുണ്ടല്ലോ, അത് നിയന്ത്രിക്കുന്നതിന് സഹായകരമാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇത് തോരൻ വെച്ചോ പഴമായിട്ടോ ഒക്കെ ധാരാളമായിട്ട് കൊടുക്കുന്നത്, കുട്ടികൾക്ക് മിക്കവാറും ഈ അധികം മധുരമൊക്കെ കഴിച്ചിട്ടേ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും ഈ വിരശല്യം കൊണ്ടാണ് ഒട്ടുമിക്ക കഫക്കെട്ടും ഛർദിയും സ്കിൻ ഡിസീസും ഓക്കാനും അതുവഴി ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് കൂടെ ജ്വരം പനി വരുന്നതും ഒക്കെ ഈ വിരശല്യം കൊണ്ടാണ്. അപ്പൊ മധുരം കൊടുക്കുന്നത് നിർത്തുക, കൊഴുപ്പുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക. എന്നിട്ട് പപ്പായ തോരനായിട്ടോ പഴമായിട്ടോ ധാരാളമായിട്ട് കൊടുക്കുന്നത്, പ്രത്യേകിച്ച് കുട്ടികൾ കഴിക്കുന്നത് ഈ ഉദരകൃമി ശമിക്കുന്നതിനും ദഹനശക്തി കൂട്ടുന്നതിനും അതുവഴി ശരീരപുഷ്ടി ഉണ്ടാകുന്നതിനും ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതിനും സഹായിക്കുന്നു. ഇനി അത് മാത്രമല്ല, ഇതിൽ വൈറ്റമിൻ എയും വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ഇയും ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ഫലവർഗമാണ് പപ്പായ. ഇതിന്റെ പഴം മാത്രമൊന്നുമല്ല, ഇതിന്റെ കറയ്ക്കും ഇതിന്റെ വിത്തിനും ഒക്കെ ഔഷധ ഗുണങ്ങളുണ്ട്. വ്യത്യസ്ത ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിലും ആയുർവേദ വൈദ്യശാസ്ത്രത്തിലും ഉപയോഗിച്ചു വരുന്നുണ്ട്. 2 ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിലേ, നമുക്ക് ഈ മഴക്കാലത്തൊക്കെ ഈ കാൽവിരലുകൾക്കിടയിൽ ഈ നനവൊക്കെ തട്ടി പറമ്പിലൊക്കെ പണിയെടുക്കുന്നവരും, അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ആവട്ടെ, ഈ കാൽവിരലുകൾക്കിടയിലൊക്കെ വെളുത്ത പൂപ്പലൊക്കെ വരുന്നില്ലേ, ഇത്തരം അവസ്ഥയിൽ ഇതിന്റെ കറയുണ്ടല്ലോ തൊട്ട് കൂടെ പുരട്ടി കഴിഞ്ഞാൽ ആ ഫംഗൽ ഇൻഫെക്ഷൻ ഇല്ലാതാവുന്നതിന് സഹായിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ മറ്റൊരു സംഗതിയാണ് തൈറോയിഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട് തൊണ്ടയിലുണ്ടാവുന്ന തൊണ്ടമുഴ, ഗളകണ്ഠം, ടോൺസിലൈറ്റിസ്, ഇത്തരം രോഗാവസ്ഥകളിൽ ഇതിന്റെ കറ പുറമെ പുരട്ടി കൊടുക്കുന്നതും ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. PCOD പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പപ്പായ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറയാറുണ്ട്, പഴമായിട്ട് ഉപയോഗിക്കാൻ പറയാറുണ്ട്, തോരൻ വെച്ച് കഴിക്കാൻ പറയാറുണ്ട്. ഇനി അവരോട് കഴിയുമെങ്കിൽ ഇതിന്റെ ചെറിയ അതായത് കായ വലുതാകുന്നതിന് മുമ്പുള്ള ഒരു ഇളം കായയില്ലേ, അത് പൊട്ടിച്ചെടുത്ത് ഇടിച്ച് കഴുകി വൃത്തിയായിട്ട് ഇടിച്ച് പിഴിഞ്ഞ് നീരങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അത് ഒരു 15 മില്ലി അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ തേനും കൂടെ ചേർത്തിട്ട് രാവിലെയും വൈകിട്ടും ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ മുമ്പ് അങ്ങോട്ട് പതിവായിട്ട് കഴിച്ചാൽ ഈ PCOD പേഷ്യൻസ്, അതുപോലെ ഇറഗുലർ സൈക്കിൾസ്, പീരീഡ്സ് ഒക്കെ വരുന്ന സ്ത്രീകൾക്ക് ഇത് ഉപകാരപ്പെടാറുണ്ട്. പിന്നെ വെയിറ്റ് റിഡക്ഷന് പറയണ്ടല്ലോ, ഞാൻ പതിപോലെ നിർദ്ദേശിക്കാറുണ്ട്, കഴിയുമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഒരു പപ്പായ നന്നായിട്ട് പഴുത്തത് കഴിക്കാനായിട്ട് പറയാറുണ്ട്, പ്രത്യേകിച്ച് ഡിന്നറിന്. അതായത് ഇത്തരം ആയുർവേദ പ്രോപ്പർട്ടീസ് പറഞ്ഞല്ലോ, ഇത്തരം ഗുണങ്ങൾ ഉള്ളതുകൊണ്ടേ ഇതിന് ദഹനേന്ദ്രിയ വ്യൂഹവുമായിട്ട്, അതായത് ഇപ്പോൾ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഗ്രഹണി എന്ന് വിളിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് എന്തുണ്ടെങ്കിലും ഈ പപ്പായ അവർക്കതൊരു ഔഷധമാണ്. ഏത് രൂപത്തിൽ കഴിച്ചാലും വിരോധമില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആവർത്തിച്ച് കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഞാൻ ഡോക്ടർ സേവിയർ.